ഇനിയിപ്പോൾ ഊണിന് കഴിക്കാൻ എന്തൊക്കെ തരം കൂട്ടാൻ ഉണ്ടായിക്കോട്ടെ, എൻ്റെ പ്ലേറ്റിൽ ഇത്തിരി ഒരു അച്ചാർ കണ്ടില്ലെങ്കിൽ എനിക്ക് ഊണ് കഴിച്ചതിൻ്റെ തൃപ്തി കിട്ടില്ല. നാട്ടിലാണെങ്കിൽ അമ്മ പലതരം അച്ചാറുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, പോയി കഴിച്ചാൽ മാത്രം മതി. ഇവിടെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് വാങ്ങാറുണ്ട്. ഇനി കുറച്ച് നല്ല മൂടൊക്കെ ആണെങ്കിലോ ഇതേപോലെ അച്ചാറുകളെ ഉണ്ടാക്കി വെക്കാറുണ്ട്. ഇന്ന് നല്ലൊരു അച്ചാറിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. കർമൂസ, പപ്പായ, കപ്പളങ്ങ ഇങ്ങനെ ഒരുപാട് പേരിൽ അറിയപ്പെടുന്ന ഒരു പപ്പായ അച്ചാറിന്റെ റെസിപ്പി പറഞ്ഞു തരാം. ഞങ്ങളെ നാട്ടിൽ തന്നെ കർമൂസ നട്ട പറയാം. എണ്ണയൊക്കെ നല്ലോണം ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കാം, പിന്നെ വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്ത് ഫ്ലെയിമൊക്കെ ഒന്ന് ലോയിൽ വെച്ചെടുക്കാം. ഞാൻ ഇതിലേക്ക് കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് എരിവിന് ആവശ്യത്തിന് കാശ്മീരി ചില്ലി യൂസ് ചെയ്ത് ഇനി കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് ഇതൊന്നും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എണ്ണയിൽ. ഫ്ലെയിം ഭയങ്കര ലോയിൽ വെക്കണേ. ഇനി വിനേഗറും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ്, ചെറുതായി അരിഞ്ഞ പപ്പായയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഫൈനലായിട്ട് കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ അച്ചാർ റെഡി ആയിട്ടിട്ട് ഇതിലേക്ക് വേണമെങ്കിൽ ഒരു പിഞ്ച് ഷുഗറും കൂടി ആഡ് ചെയ്യാം. അത് ഓപ്ഷണലാണ്.